എൻ്റെ അമ്മ പണി പാളി. പെട്രോളിന് അടിച്ചതാണല്ലോ. അമ്പലം കഴിഞ്ഞിട്ട് ഓക്കെ വിളിച്ചാൽ മതി. ആ സൈഡിലേക്ക് കൊണ്ടുപോയി. മോളെ ആ മോളെ ദേ ബ്യൂട്ടീഷ്യൻ എത്തി. പെട്ടെന്ന് റെഡി ആയിക്കൊള്ളണം. അതെ 10-നും 10:15 ഇടയ്ക്കാണ് മുഹൂർത്തം. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് യാത്രയുണ്ട്. അത് മനസ്സിൽ വെച്ചോളണം. ബോക്സ് അങ്ങോട്ട് വെച്ചോളൂ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. എനിക്ക് വേണം. ഇതിപ്പോ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഞാൻ ചോദിക്കുന്നില്ലാണോ കുറ്റം? പാതിരയ്ക്ക് കടയിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് നേരം വെളുത്താലും വിടില്ലെന്ന് വെച്ചാ നിങ്ങളൊരുമാതിരി മുതലാളി കളി കളിക്കുകയാണെങ്കിലേ ഞങ്ങൾ തട്ടുകടക്കാർക്കും ചില പിടിപാടൊക്കെ ഉണ്ട്. ഷാജി അത് ഷാജി സാറിന് എന്താണാവോ അറിയണ്ടേ? പാതിരാത്രി കടയടിച്ച് വീട്ടിൽ പോണ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ മണി 8 ഈ കുറുപ്പമ്പടി ഷാജിയുടെ സ്വാധീനം എന്താണെന്ന് മാഡത്തിന് അറിയാൻ പാടില്ലാത്തോണ്ടാ. അതെന്താണെന്ന് അറിയണമെങ്കിലേ ഈ തോമസ് സാറായിട്ട് ചോദിച്ചാൽ മതി. ആണോടോ തോമസേ, ഇവന്റെ തട്ടുകടയുടെ ഫുഡ് അത്രയ്ക്ക് ടേസ്റ്റിയാ. കളിയാക്കണ്ട സാറേ, ഒരൊറ്റ ഫോൺ കോൾ അല്ലെങ്കിൽ വേണ്ട. ഇവിടെ ഈ നടക്കുന്നതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നെറ്റിക്കേറ്റ് വൈറലാക്കിയാലേ അതോടെ തീരും സാറിന്റെ ഈ കത്തിക്കല്. അയ്യോ മാഡം, ഇവന് ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര പിടിപാടാ. എടാ ലോക്കൽ നാറി, നിന്റെ ഈ അളിഞ്ഞ വായി നിന്റെ ശബ്ദം പുറത്തു വന്നാൽ പുന്നാര മോനെ, പോലീസ് കളി എന്താന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കാം. കേട്ടോടാ കുറുപ്പമ്പടി മോനെ. എല്ലാവർക്കും തിരക്കുണ്ടെന്നറിയാം, പക്ഷേ ഇപ്പൊ ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ. ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. ചിലപ്പോ ഞാൻ വിളിച്ചാൽ അങ്ങേര് ഫോൺ എടുക്കാറില്ല. മുഹൂർത്തത്തിന് ഇനി അത്രയ്ക്ക് ഇത്ര സമയമുള്ളൂ. എന്താ രുക്മിണി നിന്റെ തീരുമാനം? എന്താ വേണ്ടെന്ന് വെച്ചാൽ നീ ഇപ്പൊ പറയണം. ഒരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്ന, അത് നിന്റെ ചെക്കന് തട്ടിക്കളിക്കാനുള്ളതൊന്നുമല്ല. അതെ, ഇത്രയും നേരമായിട്ട് ആനന്ദിനെ കുറിച്ചൊരു വിവരമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ആ കുട്ടിയുടെ വീട്ടുകാരെ വിവരം അറിയിക്കണ്ടേ? കാര്യങ്ങളൊക്കെ ഇത്രയായില്ലേ, ആദ്യം പോലീസിൽ വിവരം അറിയിക്കുന്നതാവും നല്ലത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പിള്ളേര് കളിയല്ലാന്ന്. മക്കളുടെ തോന്നിയാസത്തിന് തള്ളയെ സമ്മതിച്ചു കൊടുക്കാന്ന് വെച്ചാ മൂത്തവൾ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. അതിനിടയ്ക്കാ വേറൊന്ന്. അതെ, ഈ മൂത്തോളം ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു മഹാന്റെ മുമ്പിലും കൈ നീട്ടാൻ വന്നിട്ടില്ല. അന്തസ്സായിട്ട് തന്നെ ഇപ്പോഴും ജീവിക്കുന്നു. പിന്നെ കുടുംബമഹിമയും കുലീനതയും ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ വേണ്ടത് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ്. കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് അവരെ നേരിൽ കണ്ട് വിവരം അറിയിക്കുക.